മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേറ്റഡ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അനിൽഡ മിസ് ആണ്. നമുക്കപ്പോ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന്റെ പ്രോബ്ലംസും കണ്ടു. അതിനുശേഷമുള്ള ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലേക്ക് ഒന്ന് പോകാം. ഏതൊക്കെ ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഈ 12th പഠിക്കാനുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പോ നമുക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷന്റെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് 1 ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിലുള്ള എലമെന്റ്സിന് അപ്പൊ ഡിഫറെന്റ് ഈ ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റ്സിനൊക്കെ ഡിഫറെന്റ് ഇമേജസ് വരണം. ഇമേജസ് ഒന്നും സെയിം ആകാൻ വേണ്ടി പാടില്ല. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി 1 ഓർ ഇൻജെക്റ്റീവ്. അതിന്റെ മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ് എന്ന്. ഈ 1 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന്. The images of distinct elements of x, ലുള്ള എലമെന്റ്സ് ഇതെന്താണ് 1, 2, 3, 4. അപ്പൊ 1ന്റെ ഇമേജ് എ, അപ്പോ 2ന്റെ ഇമേജ് ബി, 3യുടെ ഇമേജ് ഡി, 4ന്റെ ഇമേജ് സി ആണ്. അപ്പോ ഡിഫറെന്റ് ഇമേജസ് വേണം വരാൻ വേണ്ടി. എക്സിലുള്ള എലമെന്റ്സിനൊക്കെ ഡിഫറെന്റ് ഇമേജസ് വേണം. സെയിം ഇമേജ് വരാൻ പാടില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ, എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ റോൾ നമ്പർ ഉണ്ടാവുമല്ലോ. അത് ഓരോരുത്തർക്കും ഓരോ റോൾ നമ്പർ ഉണ്ടാവും അല്ലെ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ സെറ്റിൽ നിൽക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളാണ്. വൈ എന്ന് പറയുന്ന സെറ്റിൽ നിൽക്കുന്നത് നിങ്ങളുടെ റോൾ നമ്പർ ആണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോന്നിനും ഡിഫറെന്റ് റോൾ നമ്പർ അല്ലേ വരാ. എല്ലാവർക്കും സെയിം രണ്ടുപേർക്കൊന്നും സെയിം വരില്ലല്ലോ അല്ലെ. അപ്പൊ അതൊരു എക്സാമ്പിളാ. അപ്പോ ഡിഫറെന്റ് ഇമേജസ് വരണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമുക്ക് വിളിക്കാം 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ റോൾ നമ്പറിന്റെ കേസ് ആലോചിച്ച് നോക്കാം എക്സാമ്പിൾ ആയിട്ട്. ഇനി മെനി 1. അപ്പൊ ഇങ്ങനെയല്ല, ഡിഫറെന്റ് ഇമേജസ് അല്ല. ഇപ്പൊ 1നും 2ക്കും ഇവിടെ ബി തന്നെയാണ് ഇമേജ്. ഡിഫറെന്റ് ഇമേജസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻ നമുക്ക് മെനി 1 ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ബി ഓൺ ടു. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഓൺ ടു ഫംഗ്ഷൻ ആവുന്നതെന്ന് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഈ ഫസ്റ്റ് സെറ്റില് പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. പ്രീ ഇമേജ് ഉണ്ടാകണം. അതായത് നമുക്ക് ഇവിടെ ഒരു എലമെന്റ് പോലും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ലാതെ വേക്കന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോ എക്കും ബിക്കും സിക്കും എന്തുണ്ട്? ഇപ്പുറത്ത് പ്രീ ഇമേജസ് ഉണ്ട്. 1ന്റെ ഇമേജ് എ ആണ്, 2ന്റെ ഇമേജ് എ ആണ്, 3 ഇമേജ് ബി ആണ്, 4ന്റെ ഇമേജ് സി ആണ്. ഇവിടെ ഒറ്റ എലമെന്റ് പോലും വേക്കന്റ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ കോഡൊമെയിൻ, ഈ സെക്കൻഡ് സെറ്റിന്റെ പേരാണ് കോഡൊമെയിൻ. അപ്പോ ഇവിടുത്തെ റേഞ്ച് സെറ്റ് എന്ന് വെച്ചാൽ ഫംഗ്ഷന്റെ സെക്കൻഡ് എലമെന്റ്. അപ്പൊ കോഡൊമെയിനും റേഞ്ചും ഇവിടെ എന്താണ്? ഓൺ ടു ഫംഗ്ഷന്റെ കേസില് കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഓൺ ടു ഫംഗ്ഷന്റെ കേസിൽ. അപ്പൊ ഇവിടെ ഏതൊരു എലമെന്റ് എടുത്താലും ഇപ്പുറം പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ഇപ്പുറത്തെ ഈ എക്സാമ്പിൾ നോക്കിയേ. 1ന് ഇമേജ് ബി, 2ക്ക് ഇമേജ് സി, 3ക്ക് ഇമേജ് എ, 4ന്റെ ഇമേജ് ഡി. എല്ലാ എലമെന്റ്സിനും എന്തുണ്ട്? ഇവിടെ എ ബി സി ഡി എല്ലാ എലമെന്റ്സിനും ഇപ്പുറം പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ നമുക്കിത് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. കൂടാതെ ഇത് എന്തും കൂടിയാ? 1 ഫംഗ്ഷനും കൂടിയാ. കാരണം എന്താ? ഇവിടെ ഓരോന്നിനും വന്നിരിക്കുന്നത് ഡിഫറെന്റ് ഇമേജസ് ആണ്. ഓരോ എലമെന്റ്സിന്റെ ഇമേജസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇത് 1 ആണ്, ഓൺ ടു ആണ്. ഈ ഫംഗ്ഷൻ എന്താ? 1 ആണ്. 1 പ്ലസ് ഓൺ ടു. ഈ എക്സാമ്പിള് 1 ആണ്, ഓൺ ടു ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷന് മറ്റൊരു പേരുണ്ട്. അതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 ആയിട്ടുള്ളതും ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനെ നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ടു ബി 1 ആൻഡ് ഓൺ ടു ഈ സെറ്റ് ടു ബി ബൈജക്റ്റീവ്. 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷന് ബൈജക്റ്റീവ്. അപ്പൊ ഇവിടെ നോക്കിയേ, 1ന് ഇമേജ് ബി, 2ക്ക് ഇമേജ് സി, 3ന്റെ ഇമേജ് എ, 4ന്റെ ഇമേജ് ഡി. ഡിഫറെന്റ് ഇമേജസ് ആണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഇപ്പുറം പ്രീ ഇമേജും ഉണ്ട്. പദ്ധതിയിലുള്ള ഫംഗ്ഷൻ ആണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 പ്ലസ് ഓൺ ടു. അപ്പൊ ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷന് മറ്റൊരു പേരുണ്ട്. ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു പേര് സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. ഓൺ ടു ഫംഗ്ഷന് മറ്റൊരു പേരുണ്ട്, സർജക്റ്റീവ് ഫംഗ്ഷൻ. 1 ഫംഗ്ഷന് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷന് സർജക്റ്റീവ് ഫംഗ്ഷൻ. രണ്ടും കൂടി കഴിഞ്ഞാൽ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. മനസ്സിലായല്ലോ എക്സാമ്പിൾ ഒക്കെ? അപ്പൊ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും
റോൾ നമ്പർ, അതൊരു 1 ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. അതൊക്കെ ഓർക്കുക കേട്ടോ. അപ്പോ ഈ ഫംഗ്ഷൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. 2-3 പാർട്ടായിട്ട് എക്സാമിന് ചോദിച്ചത് മാത്രം നമുക്ക് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. അപ്പോ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.